അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി നമുക്ക് സൂറത്തു ഹൂദിലെ 57-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإن تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ. فإن تولوا നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ ഫഖദ് അബ്ലഗ്തുക്കും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു മാ ഉർസിൽതു ബിഹി ഇലൈക്കും ഏതൊരു ദൗത്യവുമായി ഞാൻ നിങ്ങളിലേക്ക് നിയുക്തനായുവോ അത്. മാ ഉർസിൽതു ബിഹി അലൈക്കും ഞാൻ നിങ്ങളിലേക്ക് ഏതൊരു സന്ദേശവുമായി അയക്കപ്പെട്ടുവോ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വയസ്തഖ്ലിഫു റബ്ബി എൻ്റെ രക്ഷിതാവ് പകരമായി കൊണ്ടുവരും, അല്ലെങ്കിൽ പിൻഗാമികളായി കൊണ്ടുവരും, ഖൗമൻ ഒരു ജനവിഭാഗത്തെ, ഗൈറക്കും നിങ്ങളല്ലാത്ത മറ്റൊരു ജനവിഭാഗത്തെ അല്ലാഹു തആല പിൻഗാമികളാക്കും. വലാ തളുറൂനഹു ഷൈഅ അവനെ പ്രയാസപ്പെടുത്തുക നിങ്ങൾക്ക് സാധ്യമല്ല, അവനെ ക്ലേശിപ്പിക്കുകയില്ല, അവനെന്തെങ്കിലും കോട്ടം വരുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇന്ന റബ്ബി എൻ്റെ രക്ഷിതാവ് അലാ കുല്ലി ഷൈഇൻ ഹഫീൽ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടക്കാരനാകുന്നു, പരിപാലകനാകുന്നു, അല്ലെങ്കിൽ സംരക്ഷകനാകുന്നു. ഹഫീൽ സംരക്ഷകൻ, പരിപാലകൻ, മേൽനോട്ടക്കാരൻ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണത്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫഇൻ തവല്ലൗ ഇനി നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞ് പോവുകയാണെങ്കിൽ ഫഖദ് അബ്ലഗ്തുക്കും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് മാ ഒരു കാര്യത്തെ ഉർസിൽതു ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു ബിഹി അതുമായിട്ട് ഇലേക്കും നിങ്ങളിലേക്ക്, അഥവാ എന്നെ എൻ്റെ നാഥൻ ഏൽപ്പിച്ച റിസാലത്ത് അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി എത്തിച്ചു തന്നിട്ടുണ്ട്. വയസ്തഖ്ലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും എൻ്റെ രക്ഷിതാവ് നിങ്ങളല്ലാത്ത ഒരു ജനവിഭാഗത്തെ പിൻഗാമികളാക്കും, അഥവാ നിങ്ങളെവിടെ നിന്ന് അല്ലാഹു തആല നീക്കം ചെയ്യുകയും അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെ പകരം കൊണ്ടുവരികയും ചെയ്യും. വലാ തളുറൂനഹു ഷൈഅ ആ വിഷയത്തിൽ നിങ്ങൾക്ക് അവനെ പ്രയാസപ്പെടുത്തുക സാധ്യമല്ല. ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ രക്ഷിതാവ് അലാ കുല്ലി ഷൈഇൻ ഹഫീൽ സകല കാര്യങ്ങളുടെയും പരിപാലകനാകുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സൂക്തത്തിൽ തുടങ്ങി വെച്ച ഹൂദ് നബി അലൈഹിസ്സലാമയുടെ തന്നെ പ്രസ്താവനകളാണിത്. നേരത്തെ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനത അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ദൈവങ്ങളുടെ കോപമാണ് നിനക്ക് പറ്റിയിരിക്കുന്നത്, ദൈവകോപമാണ് നിനക്ക്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഏകദൈവത്വമെന്നും പ്രവാചകത്വമെന്നും പരലോകമെന്നുമൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണത്. ഞങ്ങളുടെ ദൈവം നിന്നെ കോപിച്ചാൽ പിന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനേ കഴിയൂ. അതുകൊണ്ട് നീ പാരമ്പര്യ മതത്തിൽ നിന്ന് പൂർവികരുടെ ആശയത്തിൽ നിന്നൊക്കെ മാറിപ്പോയിരിക്കുകയാണ്. ഇനി കാരണം ദൈവകോപമാണ് അല്ലെങ്കിൽ ദൈവശാപമാണ് എന്നാണ് അവർ പറഞ്ഞത്. ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഉണർത്തുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് നിയോഗിതനായ പ്രവാചകനാണ്. അക്കാര്യത്തിൽ അള്ളാഹു തന്നെയാണ് ഒന്നാമത്തെ സാക്ഷി. നിങ്ങൾ ഇത്തരത്തിൽ ബഹുദൈവത്വപരമായ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ അതിൽ നിന്നൊക്കെ ഞാൻ പൂർണ്ണമായി മുക്തനാണ്. നിങ്ങളുടെ ദൈവകോപമോ ശാപമോ ഒന്നുമല്ല. എൻ്റെ അള്ളാഹു, എൻ്റെ ദൈവം, എൻ്റെ നാഥൻ സൃഷ്ടാവ് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം ഞാനിതാ നിർവഹിക്കുകയാണ്. നിങ്ങൾക്കാകുന്ന എല്ലാ തന്ത്രങ്ങളും പയറ്റി എന്നെ പരാജയപ്പെടുത്താം, എനിക്കൊട്ടും അവസരം തരേണ്ടതില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞതിന് കാണാൻ പഠിക്കാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും
അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ആയത്ത് ഈ ഖുർആൻ പഠന ക്ലാസ് കേൾക്കുന്നവരും കാണാതെ പഠിക്കുന്നത് ഉത്തമമായിരിക്കും എന്ന് ഞാൻ ഉണർത്തുകയാണ്. അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. അപ്പോഴേ അതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ വാചകങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാഹു ആഖിദുൻ ബിനാസിയതിഹ. എൻ്റെയും നിങ്ങളുടെയും വിധാതാവായ രക്ഷിതാവായ അള്ളാഹുവിൽ ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. മാ മിൻ ദാബത്തിൻ ഇല്ലാഹു ആഖിദുൻ ബിനാസിയതിഹ. ഒരു ജീവിയുമില്ല അതിൻ്റെ മൂർധാവിൽ അള്ളാഹു പിടിച്ചിട്ടല്ലാതെ, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ, അള്ളാഹുവിൻ്റെ പിടുത്തത്തിലല്ലാത്ത ഒരു ജീവിയുമില്ല. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു. നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞതിനെ സംബന്ധിച്ച് അവരെ ഉണർത്തുകയാണ്. അഥവാ അദ്ദേഹം അവർക്ക് അവസാനമായി ഒരു താക്കീത് നൽകുക. നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ ബഹുദൈവത്വം, നിങ്ങളുടെ അന്യായം, നിങ്ങളുടെ അക്രമം, നിങ്ങളുടെ ദൈവവിരോധപരമായ, ദൈവനിഷേധപരമായ, അക്രമപരമായ നിലപാടിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്തിരിഞ്ഞു പോവാം. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റബ്ബ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് ഏതൊരു ദൗത്യവുമായിട്ടാണോ ആ ദൗത്യം പൂർണ്ണമായി ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യവർഗത്തിന് സന്മാർഗം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്തം എന്നെ നിയോഗിക്കുന്നതിലൂടെ റബ്ബ് നിർവഹിച്ചു കഴിഞ്ഞു. അഥവാ എൻ്റെ രക്ഷിതാവിൻ്റെയും എൻ്റെയും ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട്. എൻ്റെ രക്ഷിതാവ് അവൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾക്ക് ആവശ്യമായ ജീവിത നിയമങ്ങൾ നൽകുക. അതൊരു പ്രവാചകനിലൂടെയാണ് അള്ളാഹു നൽകുക എന്നുള്ളത് അവൻ്റെ നടപടിക്രമമാണ്. അതവൻ നിർവഹിച്ചു. എന്നെയാണ് ഏൽപ്പിച്ചത്. ആ കാര്യം ഞാനും നിർവഹിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കാര്യം നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുക. അല്ലാത്ത പക്ഷം അല്ലാഹു തആല നിങ്ങളെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് അവനെ അനുസരിക്കുന്ന ഒരു ജനവിഭാഗത്തെ പകരം കൊണ്ടുവരികയും ചെയ്യാം എന്നവരെ താക്കീത് ചെയ്യുകയാണ്. ഇനി ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളതിന് സന്നദ്ധരല്ലെങ്കിൽ അപകടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. വലാ തദുറൂനഹു ശൈഅ. അവൻ്റെ നടപടിക്രമങ്ങളിൽ നിന്ന് അവനെ തടയാനോ അവനെ പ്രയാസപ്പെടുത്താനോ നിങ്ങൾക്ക് സാധ്യമല്ല. അതുമാത്രവുമല്ല, അങ്ങനെ ഒരു നടപടിക്രമം അവൻ നിർവഹിക്കുന്നതിലൂടെ അവനെ സംബന്ധിച്ചിടത്തോളം സൂറത്തു ഷംസിൽ പറഞ്ഞതുപോലെ വലാ യഖാഫു ഉഖ്ബാഹ, അതിൻ്റെ പര്യവസാനം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് അവനൊരു പേടി ഉണ്ടാവില്ല. കാരണം എന്താണ്? അവൻ റബ്ബുൽ ആലമീനാണ്. അവനാണ് സൃഷ്ടാവ്, അവനാണ് സംരക്ഷകൻ, അവനാണ് തന്നെ ഓരോന്നിൻ്റെയും അന്ത്യവും തീരുമാനിച്ച് നടപ്പാക്കുക. അപ്പോൾ ദുഷിച്ച വസ്തുക്കളെ, അവയെ ഇല്ലാതാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തന്നെ നിലപാടാണ്, അള്ളാഹുവിൻ്റെ തന്നെ ചര്യയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങേയറ്റം ദുഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവൻ നശിപ്പിക്കും. അതിന് പകരം അവൻ പുതിയ ഒരു ജനവിഭാഗത്തെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും എന്നതാണ് കൃത്യമായി ഇടയില്ലാത്ത വണ്ണം ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ ഉണർത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. ഇനി ശേഷമുള്ള സൂക്തങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജനതയെ അല്ലാഹു തആല നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളുണ്ട്. നമ്മൾ സൂറത്ത് അറാഫിൽ, അതുപോലെ തന്നെ സൂറത്തു അൽഹാഖയിലൊക്കെ വരുന്നുണ്ടല്ലോ. സൂറത്തു ഖമറിൽ ഒക്കെ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനതയ്ക്ക് നേരിടേണ്ടി വന്ന കടുത്ത ശിക്ഷയെ സംബന്ധിച്ചുള്ള സൂചനകളുണ്ട്. ഞാൻ ഈ ആയത്തൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഫഇൻ തവല്ലൗ, നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ ഫഖദ് അബ്ലഗ്തുക്കും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, ഞാൻ ഏതൊരു ദൗത്യവുമായി നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടുവോ ആ ദൗത്യം, ആ ഉത്തരവാദിത്തം പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. വയസ്തഖ്ലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, എൻ്റെ നാഥൻ നിങ്ങളല്ലാത്ത ഒരു ജനവിഭാഗത്തെ നിങ്ങൾക്ക് പകരമായി അവൻ ഇവിടെ നിയോഗിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പിൻഗാമികളായി അവൻ ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വലാ തളുറൂനഹു ഷൈഅ, അതിന്
അല്ലെങ്കിൽ അവന് വലാ തളുറുനഹു നിങ്ങൾക്ക് അവനെ പ്രയാസപ്പെടുത്തുക, അവന് കോട്ടം വരുത്തുക, അവനെ ബുദ്ധിമുട്ടിക്കുക സാധ്യമല്ല. ഇന്ന റബ്ബി അലാ കുല്ലി, കാരണം എന്താണ്? അവൻ സൃഷ്ടാവാണ്, നിങ്ങളവൻ്റെ അടിമകളാണ്. അവൻ തീരുമാനിക്കുന്നത് അവൻ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യും. അതിൻ്റെ ദൂഷ്യഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലാതെ അവനെന്തെങ്കിലും പ്രയാസമോ ദോഷമോ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വിട്ടുപോകുന്ന, പിന്തിരിഞ്ഞു പോകുന്ന എല്ലാവർക്കും ഒരു പാഠമാണ്. അതിൻ്റെ ദോഷം സ്വയമായിരിക്കും, അള്ളാഹുവിനാവുകയില്ല, മറ്റുള്ളവർക്കും ആവുകയില്ല. അത് സ്വയം അനുഭവിക്കേണ്ടി വരും. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീദ്, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യങ്ങളുടെയും പരിപാലകനാകുന്നു, സംരക്ഷകനാകുന്നു. ഹഫീൽ, ഹിഫ്ല് എന്നുണ്ടായ വാക്ക് തന്നെയാണ്. ഹഫീൽ പൂർണ്ണമായി പരിപാലിക്കുന്നവൻ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവൻ. അള്ളാഹുവിൻ്റെ ഒരു പര്യായ പദം കൂടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എൻ്റെ രക്ഷിതാവ്, എൻ്റെ നാഥൻ സകല കാര്യങ്ങളുടെയും പരിപാലകനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ സന്ദേശം കൃത്യമായി ശീലിച്ചും പാലിച്ചും ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم ارحمنا يا أرحم الراحمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.